ഗൈസ്, ഞാൻ എന്നും ഒരു ക്ലേ നോട്ടിട്ട് വയ്ക്കും. ആ ക്ലേ എനിക്ക് പൊട്ടിക്കാനേ പറ്റില്ല. ഇന്ന് ഞാനത് പൊട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലേ എടുക്കാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ ക്ലേ. ഇതിനകത്ത് എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ആദ്യം പൊട്ടിക്കാൻ ശ്രമിക്കാം. ഏതൊരു ക്ലേ ആയാലും എനിക്കത് ആദ്യത്തെ മണ്ടയും പുറകൊക്കെ ചെറിയതായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, കണ്ടോ? പക്ഷെ അകത്തോട്ട് വരും, അത് കട്ടിയാവും. വാ, നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഇടുന്നു, ഇങ്ങനെയാണ് നോക്കാം, പറ്റുന്നില്ല. അപ്പോൾ നമുക്കിൻ്റെ അകത്ത് എൻ്റെ കുരുപ്പനിയൻ എന്താണ് വച്ചേക്കുന്നതെന്ന് നോക്കാം. ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല, എന്നാലും നോക്കാം. ദൂത് കാണ്ടെടുത്ത്, അതാണ് നമ്മുടെ ലക്ഷ്യം. ദൂത് കണ്ട അവനെടുത്തോണ്ട് എൻ്റെ അകത്ത് എൻ്റെ അനിയൻ ഞാൻ പോലും കാണാത്തൊരു സാധനമാണ് വെച്ചിട്ടുള്ളത്. ഗോലി ഇത് എവിടെ നിന്ന് എടുത്തോണ്ട് പോയി? എൻ്റെ ഒരു ഗോലി ഇതുവരെ കാണുന്നില്ലായിരുന്നു. അവൻ അടുത്തത് പോയത് എവിടെ നിന്നാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അവനെ എനിക്ക് പിടിക്കാം. മിനിറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം കാണിക്കുക. ഞാൻ വീണ്ടും ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. എല്ലാവരും ഒരു ബൈൻഡ് എടുത്തോളൂ, കാർഡ്ബോർഡോ വല്ല ബൈൻഡ് എടുത്തോളൂ. അതിന് ശേഷം കുറേ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കണം. ലെവലിൽ തന്നെ കട്ട് ചെയ്യണേ. ലെവലിൽ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ഇത്രയും ചെയ്തല്ലോ അല്ലേ? ലെവലിൽ കട്ട് ചെയ്തതിൻ്റെ ശേഷം പുറകിൽ സ്റ്റാപ്ലെയർ വച്ച് അടിക്കണം. ഞാനിവിടെ സ്റ്റാപ്ലെയർ അത്ര നേരെയൊന്നുമല്ല ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നേരെ അങ്ങ് ചെയ്യണം. സ്റ്റാപ്ലെയർ അടിച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റിക്കറിൻ്റെ പൊടിയായിരുന്നു അടിച്ചിട്ടുള്ളത്. സ്റ്റിക്കർ ഇത് ഞാൻ ബുക്കിൻ്റെ പേരും ആക്കി. ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പേജാണോ വേണ്ടത് അത്രയും പേജ് എടുക്കുക, ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇതൊക്കെ അടിച്ചു കൊടുക്കുക. എന്തിനാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഓട്ട വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് ഞാൻ പുറകെ പറയാം. ടാറ്റാ.